الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ ഉസ്താദുകളെ, ആദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, പ്രിയങ്കരായ മുതഅല്ലിം സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1501 ജന്മദിനം ആഘോഷിക്കുന്ന ഈ അനർഘവേളയിൽ അവിടുത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളിലൂടെയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായതാണ് സമാധാന ജീവിതം. കുടുംബങ്ങളോടൊത്ത് സമൂഹത്തിൽ സമാധാന ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊട്ടും സാധിക്കാത്ത ഒരവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ നിയമിക്കപ്പെട്ടത്. മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ലക്ഷ്യമോ നിയമങ്ങളോ ഇല്ല, എന്നാൽ അതിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ ബുദ്ധിയും വിവേകവുമുള്ള സാമൂഹിക ജീവിയായ മനുഷ്യന് സാമൂഹ്യ നീതിയോടുകൂടി മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അത്തരമൊരു സാമൂഹിക ജീവിതത്തിന് വ്യവസ്ഥാപിതമായ ഒരു നിയമം ആവശ്യമാണ്. എന്നാൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ നിയമങ്ങൾ മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നത് അപൂർണവും അമേൻമെന്റുകൾക്ക് വിധേയമായിരിക്കും. നമ്മുടെ ഭരണഘടന നോക്കൂ, 79 വർഷങ്ങൾക്കിടയിൽ 106 തവണയാണ് അമേൻമെന്റുകൾക്ക് വിധേയമായത്. ഒരു കമ്പനി ഒരു വാഹനം നിർമ്മിച്ചാൽ അതിന്റെ പ്രവർത്തന രീതി അടങ്ങുന്ന ഒരു കാറ്റലോഗ് അതിനുണ്ടാകും. ആ വാഹനം എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് അതിന്റെ എഞ്ചിനീയേഴ്സ് ആയിരിക്കും തീരുമാനിക്കുക. അതുപോലെ തന്നെ മനുഷ്യനെ നിർമ്മിച്ച സൃഷ്ടാവായ അല്ലാഹു മനുഷ്യ ജീവിതത്തിന് ചില നിയമവ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ. മനുഷ്യന് നന്മയും തിന്മയും ശരിയും തെറ്റും ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. ഇന്നത് ചെയ്യാമെന്നും ഇന്നത് ചെയ്യരുത് എന്നും നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് മനുഷ്യ ജീവിതം സമ്പൂർണ്ണമാകുന്നത്. ഇവിടെയാണ് മനുഷ്യന് മതം അനിവാര്യമാകുന്നത്. എന്നാൽ നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നിരീശ്വരവാദം കൊടികുത്തി വായുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ്. നിരീശ്വരവാദവും നിർമ്മതവാദവും വ്യാപകമാവുകയാണെന്ന്. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവിന്റെ ആവശ്യമില്ല എന്നും അത് സ്വയം ഉണ്ടായതാണെന്നും അത് സ്വയം നിയന്ത്രിതമാണെന്നും അവർ വാദിക്കുന്നു. മനുഷ്യന് മതം ആവശ്യമില്ല എന്ന് മാത്രമല്ല, മനുഷ്യന്റെ സമാധാന ജീവിതത്തിന് മതം തടസ്സങ്ങളാണ് എന്നും അവർ പറയുന്നു. യഥാർത്ഥത്തിൽ ഈ ഭൗതിക ലോകവും അതിലുള്ള സർവ്വചരാചരങ്ങളും സർവശക്തനായ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം സഞ്ചരിക്കുന്നതും ചലിക്കുന്നതുമാണ് എന്നാണ് മതവിശ്വാസികളായ നമ്മൾ വിശ്വസിക്കുന്നത്. ഈ ലോകവും അതിലുള്ള സർവ്വചരാചരങ്ങളും ഒരു സത്തയായിരുന്നു എന്നും ഒരു മഹാവിസ്ഫോടനത്തിലൂടെ ചിതറിത്തെറിച്ച് ഇപ്പോൾ കാണുന്ന രൂപത്തിലേക്ക് മാറിയതാണെന്നും ബിഗ് ബാങ് തിയറിയിലൂടെ ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. ബിഗ് ബാങ് തിയറിയെ കുറിച്ചുള്ള സൂചന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ അംബിയ 30-ാമത്തെ അധ്യായം ഇങ്ങനെയാണ്: അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റതഖൻ ഫഫതഖനാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ലി ശൈഇൻ ഹയ്യിൻ ഫലാ യുഅ്മിനൂൻ. അവലം യറല്ലദീന കഫറു, കാഫിരീങ്ങൾ കാണുന്നില്ലയോ, അന്ന സമാവാതി വൽ അർള, തീർച്ചയായും ആകാശവും ഭൂമിയും, കാനതാ റതഖൻ, അത് രണ്ടും പൊട്ടിപ്പിടിച്ചതായിരുന്നു, ഫഫതഖനാഹുമാ, അങ്ങനെ നാം അതിനെ വേർപെടുത്തി, വജഅൽനാ മിനൽ മാഇ, നാം വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു, കുല്ല ശൈഇൻ ഹയ്യിൻ, എല്ലാ ജീവനുള്ള വസ്തുവിനെയും, അഫലാ യുഅ്മിനൂൻ, നിങ്ങൾ അവർ വിശ്വസിക്കുന്നില്ലേ? സർ ഐസക് ന്യൂട്ടൻ പറയുന്നു, അദ്ദേഹത്തിന്റെ ഒന്നാം ജന്മ നിയമപ്രകാരം പ്രപഞ്ചാതീതനായ അഥവാ പ്രപഞ്ചത്തിന് പുറത്തുള്ള ബലപ്രയോഗത്തിലൂടെയും നിയന്ത്രണത്തിലൂടെയും നിർദ്ദേശത്തിലൂടെയും അല്ലാതെ അങ്ങനെ ഒരു വിജ്ഞാനം നടക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം തെളിയിക്കുന്നുണ്ട്. നാം ഒരു വാഹനത്തിന്റെ അകത്തിരുന്നു കൊണ്ട് ആ വാഹനം തള്ളിയാൽ ഒരിക്കലും ആ വാഹനം ചലിക്കാത്തതുപോലെ അങ്ങനെ ഒരു ബിഗ് ബാങ് നടക്കണമെങ്കിൽ പ്രപഞ്ചാതീതനായ പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരു മഹാബലം അതിൽ പ്രയോഗിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഐസക് ന്യൂട്ടൻ പറയുന്നു, an object will remain at rest or keep moving in a straight line at a constant speed unless acted upon by an external force. പുറത്തു നിന്നുള്ള ഒരു ബാഹ്യബല പ്രയോഗിക്കാത്തിടത്തോളം കാലം ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലോ സമചലനത്തിലോ തുടരുന്നതാണ്. ഒരു വസ്തുവിന്റെ അവസ്ഥ മാറ്റാൻ പുറത്തു നിന്നുള്ള ഒരു ബലം ആവശ്യമാണ്. ഇതിനെ ജഡത്വ നിയമം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചവും അതിലുള്ള സർവ്വചരാചരങ്ങളും ഒരു സർവശക്തന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടായതാണെന്നും ആ സർവശക്തനാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതെന്നും നമുക്ക് നിസ്സംശയം മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മക്കയിൽ ജീവിച്ച ലോക ചരിത്രത്തിന് സ്വാധീനം ചെലുത്തിയ
നമ്മുടെയൊക്കെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അള്ളാഹുവിനെ കുറിച്ചും പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് എന്നത് നമ്മുടെ വിശ്വാസത്തിന് ഉപോത്ബലകമാണ്. നോക്കൂ, 40 വയസ്സ് വരെ സത്യം മാത്രം പറഞ്ഞ സഹായിയായ സുമനസ്കനായ പൂർണ്ണനായ ഒരു മനുഷ്യൻ 40 വയസ്സിന് ശേഷം 6666 കളവുകൾ പറയുക എന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും ഖുർആൻ വ്യാഖ്യാനങ്ങളിലും ഹദീസുകളിലും വിശ്വസിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവർ അപ്പോൾ വിശ്വസിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത രീതിയും സത്യസന്ധതയുമായിരുന്നു നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഓരോരുത്തരുടെയും ഒരു മനുഷ്യന്റെ പിതാവ് ആരാണ് എന്നതിന് തെളിവ് യഥാർത്ഥത്തിൽ മാതാവ് മാത്രമാണ്. ഓരോരുത്തരുടെയും പിതാവിനെ വിശ്വസിക്കുന്നത് സാധാരണ മനുഷ്യനായ മാതാവിലൂടെയാണെങ്കിൽ ലോകം വായിക്കുക സത്യസന്ധനെന്ന് ലോക ചരിത്രം അംഗീകരിച്ച ഒരു മഹാമനീഷിയുടെ വാക്ക് നമുക്ക് വിശ്വസിക്കാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ അഥവാ മാനസികമായ കഴിവുകളും സഹാബികളെ ആകർഷിച്ചിരുന്നു. വല്ല ജാലവിദ്യയുമാണ് എന്ന് പരിശോധിച്ചറിഞ്ഞതിന് ശേഷമാണ് വിഷണാശാലികളായ സഹാബികൾ മുഅ്ജിസത്തുകൾ വിശ്വസിച്ചത്. ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അതിന്റെ ആയങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ബിഗ് ബാങ് തിയറിയെ കുറിച്ച് ഈ അടുത്ത കാലഘട്ടത്തിലാണ് ശാസ്ത്രം കണ്ടുപിടിച്ചത്. 4 നൂറ്റാണ്ടുകൾക്കപ്പുറം പരിശുദ്ധ ഖുർആനിൽ ബിഗ് ബാങ് തിയറിയെ കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണുള്ളത്. പരിശുദ്ധ ഖുർആനിൽ യൗമുൻ ദിവസം എന്ന അർത്ഥം വരുന്ന പദങ്ങൾ 365 തവണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നത് അത്ഭുതകരമായ ഒരു സംഭവമാണ്. ഖുർആനിലെ അക്ഷരങ്ങളുടെയും ആശയങ്ങളുടെയും അത്ഭുതത്തിന്റെ ചെപ്പ് തുറന്നാൽ നമ്മൾ അന്താളിച്ചു പോകുന്ന രീതിയിലുള്ള അത്ഭുതങ്ങളാണ് അതിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. എന്നാൽ ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഖുർആനിനെയും അപഹസിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന അഭിനവ എക്സ് മുസ്ലിമീങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് എക്സ് മുസ്ലിമീങ്ങൾ ഉടലെടുക്കുന്നത്? മറക്കാൻ പറ്റാത്ത ശൈശവകാലത്തുണ്ടായ എന്തോ ചില ശിക്ഷാ നടപടികളുടെ മറ്റോ പേരിൽ ഇസ്ലാമിക വിരോധം തലയിലെ കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്നു വലുതായപ്പോഴും ആ വിരോധം അവരുടെ തലച്ചോറിന്റെ വളർച്ചയ്ക്കനുസരിച്ച് നിലനിൽക്കുകയും വളർന്നു വരികയും ചെയ്തു. ചെറുപ്പകാലമുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് പറഞ്ഞതുപോലെ അവരുടെ ഇസ്ലാമിക വൈരാഗ്യം വളർന്നു വന്നു. ഖുർആനിന്റെ സത്യങ്ങളും ഖുർആനിന്റെ പ്രഖ്യാപനങ്ങളും അത്ഭുതകരമായി തുടരുമ്പോഴും ഇന്നും ആ പഴയ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആ വൈരാഗ്യം നിലനിൽക്കുന്നതിനാൽ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുവാനാണ് ലണ്ടനിൽ പോയ മണ്ടന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മക്കളെ വിവാഹം കഴിക്കാൻ ഖുർആൻ അനുവദിക്കുന്നു എന്നാണ് ലണ്ടനിൽ പോയ മണ്ടന്റെ ആക്ഷേപങ്ങളിലൊന്ന്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും സഹോദരിമാരെയും വിവാഹം കഴിക്കൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന ഖുർആനിന്റെ പ്രഖ്യാപനം അവർ കാണാനിട്ടല്ല, ദുർവ്യാഖ്യാനം ജീവിത മാർഗമായി കണ്ടവരോട് മറ്റെന്ത് പറയാനാണ്? വ്യഭിചാരം ചെയ്ത ആൾക്ക് വ്യഭിചാരത്തിലുണ്ടായ കുഞ്ഞുമായോ കുഞ്ഞിന്റെ പിതാവ് സ്ഥാനമോ നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള അവകാശമോ ഇല്ലെന്നും അവിടെ മാതാപിതാ മക്കൾ ബന്ധം നിലനിൽക്കില്ലെന്നും പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു. വ്യഭിചാരം കർശനമായി നിരോധിച്ചതിനാൽ ഇതനുസരിച്ച് വ്യഭിചാരത്തിലുണ്ടായ കുഞ്ഞിന് പിതാവില്ലാത്ത ഒരവസ്ഥ വരും, അന്യകുട്ടിയായി മാറും. ഇതനുസരിച്ച് മദ്ഹബിലെ മിക്ക ഇമാമുകളും പറഞ്ഞു ആ കുട്ടിയെ വിവാഹം ചെയ്യാൻ പാടില്ല, കാരണം ഇയാളുടെ ഉദരത്തിൽ നിന്നുണ്ടായ കുട്ടിയാണെന്ന്. എന്നാൽ ചില ആലിമീങ്ങൾ പറഞ്ഞു ആ കുട്ടിയെ വിവാഹം ചെയ്യാൻ പറ്റും, കാരണം ചെയ്തത് വ്യഭിചാരമാണ്, പച്ച ഹറാമാണ്, അന്യനാണ് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ വിവാഹം ചെയ്യാമെന്ന ഒരു ചെറിയ അഭിപ്രായത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇസ്ലാം അങ്ങനെ അനുവദിക്കുന്നു എന്ന് പച്ചനുണ പ്രചരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ ദീനിനെയും നമ്മുടെ സമുദായത്തെയും എല്ലാവിധ നുണപ്രചരണങ്ങളിൽ നിന്നും എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഖൈറിന്റെ അയൽക്കാരായി ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളിൽ നിന്നും മരിച്ചുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല